ഓം ശാന്തി 21-2-2024 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ജ്ഞാനമാകുന്ന വാളിൽ യോഗത്തിന്റെ മൂർച്ച വേണം, എങ്കിലേ വിജയിയാകൂ. ജ്ഞാനത്തിൽ യോഗത്തിന്റെ മൂർച്ചയുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രഭാവം ഉണ്ടായിരിക്കും. ചോദ്യം: നിങ്ങൾ ഈശ്വരന്റെ സന്ദേശവാഹകരാണ്. നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിനും ഏത് സന്ദേശം നൽകണം? ഉത്തരം: മുഴുവൻ ലോകത്തിനും സന്ദേശം നൽകൂ. അതായത് ഈശ്വരൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കൂ. ഒരേ ഒരു അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ ശിരസിൽ നിന്ന് പാപങ്ങളുടെ ഭാരം ഇറങ്ങും. ഒരച്ഛന്റെ ഓർമ്മയിലൂടെ നിങ്ങൾ പാവനമായി തീരും. അന്തർമുഖിയായ കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കൂ. ഓം ശാന്തി. ബാബ മനസ്സിലാക്കി തന്നു, ഏതൊരു മനുഷ്യനും, അത് ദൈവിക ഗുണമുള്ളവരാണെങ്കിലും ആസുരീയ അവഗുണങ്ങളുള്ളവരാണെങ്കിലും അവരെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ഇത് കുട്ടികൾക്കറിയാം. ദൈവിക ഗുണങ്ങളുള്ളവർ സത്യയുഗത്തിലായിരിക്കും, ആസുരീയ അവഗുണങ്ങളുള്ളവർ കലിയുഗത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ബാബ ഇങ്ങനെ ഒരു എഴുത്തും ഉണ്ടാക്കിച്ചത്. ദൈവിക ഗുണങ്ങളുള്ളവരാണോ അതോ ആസുരീയ അവഗുണങ്ങളുള്ളവരാണോ എന്ന്, സത്യയുഗിയാണോ അതോ കലിയുഗിയാണോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് മനുഷ്യർക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് ഏണിപ്പടിയുടെ മേൽ വളരെ നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ജ്ഞാനത്തിന്റെ ബാണം വളരെ നല്ലതാണ്, പക്ഷെ അതിൽ മൂർച്ച ആവശ്യമാണ്. വാളിൽ മൂർച്ചയുണ്ടാകുന്നതുപോലെ ചിലത് വളരെയധികം തീക്ഷ്ണമായ മൂർച്ചയുള്ളതായിരിക്കും. ഗുരു ഗോബിന്ദ് സിംഗിന്റെ വാള് വിദേശത്തേക്ക് കൊണ്ടുപോയി. ആ വാളിനെയും കൊണ്ട് പ്രദർശനം ചെയ്യുമായിരുന്നു. വളരെ ശുദ്ധിയോടെയാണ് വെക്കുന്നത്. ചിലത് 2 പൈസയുടെ വാളും ഉണ്ടായിരിക്കും. ഏതിലാണോ മൂർച്ചയുള്ളത് അതാണ് വളരെ തീക്ഷ്ണമായത്. അതിന് നല്ല വിലയുണ്ടാവും. കുട്ടികളിലും അങ്ങനെയാണ്. ചിലരിൽ ജ്ഞാനം നല്ലവണ്ണമുണ്ട്, പക്ഷെ യോഗത്തിന്റെ ശക്തി കുറവാണ്. ആരാണോ ബന്ധനസ്ഥരായവർ, സാധാരണക്കാർ, അവർ ശിവബാബയെ വളരെ നന്നായി ഓർമ്മിക്കുന്നു. അവരിൽ ജ്ഞാനം കുറവാണ്, പക്ഷെ യോഗത്തിന്റെ ശക്തി കൂടുതലാണ്. അവരും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീരുകയാണ്. എങ്ങനെയാണോ ഒരു അർജുനന്റെയും വനവാസിയുടെയും ഉദാഹരണം നൽകുന്നത്, അർജുനനെക്കാളും ആ വനവാസി, അതായത് ഏകലവ്യൻ, ബാണം തൊടുക്കുന്ന കാര്യത്തിൽ മിടുക്കനായി. അർജുനൻ അർത്ഥം വീട്ടിലിരിക്കുന്നവർ, ദിവസേന കേൾക്കുന്നവർ. അവരെക്കാളും പുറമേ ജീവിക്കുന്നവർ തീവ്രഗതിയിൽ പോകുന്നു. ജ്ഞാനത്തിന്റെ ശക്തിയുള്ളവരുടെ മുന്നിൽ അവർ തല കുനിക്കുന്നു. വിധി എന്ന് പറയാം. ചിലർ തോറ്റുപോകുകയോ പാപ്പരാവുകയോ ചെയ്യുമ്പോൾ വിധിയെ പഴിക്കുന്നു. ജ്ഞാനത്തോടൊപ്പം യോഗത്തിന്റെ ശക്തിയും തീർച്ചയായും ആവശ്യമാണ്. ശക്തിയില്ലെങ്കിൽ പേരിന് മാത്രമുള്ള ജ്ഞാനിയാണ്. കുട്ടികളും അത് അനുഭവിക്കുന്നുണ്ടാവും. ചിലർക്ക് പതിയോടും ചിലർക്ക് വേറെ ആരോടെങ്കിലും സ്നേഹമുണ്ടാകും. ജ്ഞാനത്തിൽ വളരെ മിടുക്കുണ്ട്, ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ തീർത്തും സാധാരണമായിരിക്കണം. എല്ലാം കണ്ടുകൊണ്ടും കാണാത്ത അവസ്ഥയായിരിക്കണം. ഒരേ ഒരു ബാബയോട് മാത്രമായിരിക്കണം പ്രീതി. അപ്പോഴാണ് ഇങ്ങനെ ഒരു മഹിമ. കൈയിലൂടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ഒരേ ഒരു ബാബയുടെ മാത്രം ഓർമ്മ വേണം എന്നതുള്ളത്. ഓഫീസിൽ ജോലികൾ ചെയ്യുമ്പോഴും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം, ഞാൻ ആത്മാവാണ്.
ബാബയുടെ ആജ്ഞയാണ് എന്നെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഭക്തിമാർഗത്തിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഇഷ്ടദേവതയെ ഓർമ്മിക്കുന്നു. പക്ഷെ അത് കല്ലിന്റെ വിഗ്രഹമാണ്. അതിൽ ആത്മാവ് ഇല്ലല്ലോ. ലക്ഷ്മി നാരായണനെയും പൂജിക്കുന്നുണ്ട്. അവരും കല്ലിന്റെ മൂർത്തിയാണ്. ചോദിക്കൂ, ഇവരുടെ ആത്മാവ് എവിടെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, തീർച്ചയായും ഏതെങ്കിലും നാമരൂപത്തിൽ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും യോഗബലത്തിലൂടെ പാവന ദേവതയായി തീരുകയാണ്. ലക്ഷ്യമുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം ബാബ മനസ്സിലാക്കി തരുന്നു, ജ്ഞാനസാഗരനും ജ്ഞാനഗംഗകളും ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ഉള്ളത്. ഒരേ ഒരു സമയത്താണ് ഉണ്ടാവുക. ജ്ഞാനസാഗരൻ വരുന്നത് തന്നെ കൽപ്പത്തിലെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ജ്ഞാനസാഗരൻ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. പരമാത്മാവിന് സംസാരിക്കുന്നതിനായി ശരീരം തീർച്ചയായും ആവശ്യമാണ്. ബാക്കി ഗംഗാജലത്തിന്റെ കാര്യമൊന്നും ഇവിടെയില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് സംഗമയുഗത്തിലാണ് ലഭിക്കുന്നത്. ബാക്കി എല്ലാവരും ഭക്തിയിലാണ്. ഭക്തി മാർഗത്തിലുള്ളവർ ഗംഗാജലത്തെയും പൂജിക്കുന്നു. പക്ഷെ പതിത പാവനൻ ഒരേ ഒരു ബാബയാണ്. ബാബ വരുന്നത് തന്നെ ഒരു പ്രാവശ്യമാണ്. എപ്പോഴാണോ പഴയ ലോകത്തിന്റെ പരിവർത്തനം സംഭവിക്കേണ്ടത് അപ്പോൾ. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ബുദ്ധിയും ആവശ്യമാണ്. ഏകാന്തതയിൽ വിചാരസാഗര മന്ഥനം ചെയ്യേണ്ടതായി വരും. പരമപിതാവായ പരമാത്മാവ് ഒരേ ഒരു ശിവൻ തന്നെയാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ബാബ വരുന്ന സമയത്ത് ബാബയുടെ കുട്ടികളാണ് ബ്രഹ്മകുമാരി കുമാരന്മാരായി തീരുന്നത്. അവർ ജ്ഞാനം ധാരണ ചെയ്ത് ജ്ഞാനഗംഗകളായി തീരുന്നു. ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ജ്ഞാനഗംഗകളുണ്ട്. അവർക്കേ സദ്ഗതി ചെയ്യാൻ സാധിക്കൂ. വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമായി തീരാൻ സാധിക്കില്ല. ജ്ഞാനം സംഗമത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള യുക്തി ആവശ്യമാണ്. വളരെയധികം അന്തർമുഖത ആവശ്യമാണ്. ശരീരബോധത്തെ ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഈ സമയം പറയാം നമ്മൾ പുരുഷാർത്ഥി ആണ് എന്ന്. ഓർമ്മിച്ച് എപ്പോഴാണോ പാപം നശിക്കുന്നത് അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും സന്ദേശം ലഭിക്കണം. സന്ദേശം ഒരേ ഒരു ശിവബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. ഈശ്വരനെ സന്ദേശവാഹകനെന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവർക്കും ഈ സന്ദേശത്തെ എത്തിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമപിതാവായ പരമാത്മാവിനോടൊപ്പം യോഗം വയ്ക്കൂ. എങ്കിൽ ബാബ പ്രതിജ്ഞ ചെയ്യുന്നു, ജന്മജന്മാന്തരങ്ങളിലെ പാപം നശിക്കുമെന്ന്. ഇത് ബാബ ബ്രഹ്മമുഖത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ഗംഗാജലം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി തരാനാണ്? പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ സതിയുഗത്തിൽ എത്ര സുഖികളും സമ്പന്നരുമായിരുന്നു. ഇപ്പോൾ ദുഃഖിതരും ദരിദ്രരുമായി തീർന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാക്കി ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലേതാണ്. ഈ ഭക്തി മാർഗത്തിലെ സാമഗ്രികളും ഉണ്ടാകണം. ശാസ്ത്രം വായിക്കുന്നതും പൂജിക്കുന്നതും ഭക്തിയാണ്. ഞാൻ ശാസ്ത്രങ്ങളൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ഞാൻ പതീതരെ പാവനമാക്കുന്നതിനായുള്ള ജ്ഞാനം കേൾപ്പിക്കുകയാണ്. അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ ആത്മാവും ശരീരവും രണ്ടും പതീതമാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ദേവതകളെ പോലെ ആയിത്തീരുന്നു. ദേഹത്തിന്റെ
എല്ലാ പഴയ സംബന്ധികളിൽ നിന്നുമുള്ള മമത്വത്തെ ഇല്ലാതാക്കണം. പാടാറുണ്ട്, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റാരിൽ നിന്നും തന്നെ കേൾക്കുകയില്ല, അങ്ങുമായി മാത്രം സർവബന്ധങ്ങളും യോജിപ്പിക്കും എന്ന്. ദേഹധാരികളെ എല്ലാം തന്നെ മറക്കും. ഇപ്പോൾ ബാബ കുട്ടികൾ ചെയ്തിരുന്ന പ്രതിജ്ഞയെ ഓർമ്മിപ്പിക്കുകയാണ്. ബാബ പറയുന്നു, എന്നോടൊപ്പം യോഗം വെച്ചാൽ മാത്രമാണ് നിങ്ങളുടെ എല്ലാ വികർമ്മങ്ങളും നശിക്കുന്നത്. നിങ്ങൾ പുതിയ ലോകത്തിലെ അധികാരിയായി തീരുന്നു. ഇതാണ് ലക്ഷ്യം. രാജാക്കന്മാരോടൊപ്പം പ്രജകളെയും തീർച്ചയായും ഉണ്ടാക്കണം. രാജാക്കന്മാരുടെ പക്കൽ ദാസദാസിമാരും ആവശ്യമാണ്. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. നല്ല രീതിയിൽ ഓർമ്മിച്ചില്ലെങ്കിൽ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഉയർന്ന പദവി നേടാനാണ്? വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ കലഹങ്ങളും ബഹളങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. ബാബ എഴുതാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ കലഹമുള്ളതുകൊണ്ടാണ് ഈ ജ്ഞാനം ഏശാത്തത്. ബാബ ചോദിക്കാറുണ്ട്, പതി പത്നിമാർ രണ്ടുപേരും ശരിയായ രീതിയിലാണോ മുന്നോട്ടു പോകുന്നത്? പെരുമാറ്റം വളരെയധികം നല്ലതായിരിക്കണം. ക്രോധത്തിന്റെ അംശം പോലും ഉണ്ടാകരുത്. ഇപ്പോൾ ലോകത്തിൽ എത്ര പ്രശ്നങ്ങളും അശാന്തിയുമാണ്. നിങ്ങളിലും വളരെ പേർ ജ്ഞാനയോഗത്തിൽ തീവ്രത നേടുകയാണെങ്കിൽ വീണ്ടും ധാരാളം ഓർമ്മിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ അഭ്യാസവും നല്ലതായിത്തീരും, ബുദ്ധിയും വിശാലമായിരിക്കും. ബാബയ്ക്ക് ചെറിയ ചിത്രങ്ങളോട് അത്ര താൽപര്യമില്ല. എല്ലാ ചിത്രങ്ങളും വലുതായിരിക്കണം. പുറമേയുള്ള മുഖ്യമായ സ്ഥാനങ്ങളിൽ വെക്കണം. എങ്ങനെയാണോ നാടകത്തിന്റെ വലിയ വലിയ ചിത്രങ്ങൾ വെക്കുന്നത്, അതുപോലെ കേടാകാത്ത തരത്തിലുള്ള നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കൂ. ഏണിപ്പടിയുടെ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കി എല്ലാവരുടെയും ദൃഷ്ടി പതിയുന്ന വിധത്തിലുള്ള സ്ഥലങ്ങളിൽ വയ്ക്കൂ. ഷീറ്റിൽ തന്നെ നിറവും മറ്റും അത്രയ്ക്ക് നല്ലതായിരിക്കണം. വെയിലിലോ മഴയത്തോ ചീത്തയാകരുത്. മുഖ്യമായ സ്ഥാനങ്ങളിൽ വയ്ക്കൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിത്ര പ്രദർശനി നടത്തുമ്പോൾ മുഖ്യമായ 2-3 ചിത്രങ്ങൾ തന്നെ ധാരാളമാണ്. ഈ സൃഷ്ടിചക്രം വാസ്തവത്തിൽ ഒരു ചുമരിനോളം വലിപ്പമുണ്ടായിരിക്കണം. 8-10 ആളുകൾ ചേർന്ന് പിടിച്ചു വെക്കുന്ന രീതിയിൽ. ആര് ദൂരെ നിന്ന് കണ്ടാലും വളരെ വ്യക്തമായി അറിയാൻ സാധിക്കണം. സതിയുഗത്തിൽ മറ്റുള്ള ധർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ ധർമ്മങ്ങളെല്ലാം വരുന്നത് അതിനുശേഷമാണ്. ആദ്യം സ്വർഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരായിരിക്കും. ഇപ്പോൾ സ്വർഗമാണോ അതോ നരകമാണോ, നിങ്ങൾക്ക് ഇതിനുമേൽ വളരെ നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. വലിയ വലിയ ചിത്രങ്ങളായിരിക്കണം. എങ്ങനെയാണോ പാണ്ഡവരുടെ വലിയ പ്രതിമകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ നിങ്ങളും പാണ്ഡവരല്ലേ. ശിവബാബ സംഗമയുഗത്തിലാണ് പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യത്തെ രാജകുമാരനാണ്. നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തന്റെ രാജധാനി സ്ഥാപിക്കുകയാണ്. ചിലർ പഠിച്ച് പിന്നീട് ഉപേക്ഷിക്കുന്നു. വിദ്യാലയത്തിലും ചിലർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പഠിപ്പ് ഉപേക്ഷിക്കുന്നു. ഇവിടെയും ധാരാളം പേർ പഠിപ്പ് ഉപേക്ഷിക്കുന്നവരുണ്ട്. പിന്നെ അവർ സ്വർഗത്തിലേക്ക് വരുമോ? ഞാൻ വിശ്വത്തിന്റെ അധികാരിയാണ്. എന്നിൽ നിന്ന് 2 അക്ഷരമെങ്കിലും കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് വരും. ഇനി മുന്നോട്ടു പോകവേ ധാരാളം പേർ കേൾക്കും. ഇവിടെ മുഴുവൻ രാജധാനിയുടെയും സ്ഥാപനയാണ് നടക്കുന്നത്, കൽപ്പം മുമ്പത്തേതുപോലെ. കുട്ടികൾ മനസ്സിലാക്കുന്നു, അനേക തവണ രാജ്യം നേടിയിട്ടുണ്ട്, പിന്നീട് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. വജ്രസമാനമായിരുന്നു,
പിന്നീട് കക്കയ്ക്ക് സമാനമായി തീർന്നു. ഭാരതം വജ്ര സമാനമായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? അതേ ഭാരതം തന്നെ ആവില്ലേ? ഈ സംഗമത്തെ പുരുഷോത്തമ യുഗം എന്ന് പറയുന്നു. ഉത്തമരിലും ഉത്തമനായ പുരുഷനുമുണ്ട്. ബാക്കി എല്ലാവരും കനിഷ്ഠരാണ്, അതായത് അധമരാണ്. ആരാണോ പൂജ്യനായിരുന്നത് അവർ തന്നെയാണ് പിന്നീട് പൂജാരിയായി തീരുന്നത്. 84 ജന്മങ്ങൾ എടുക്കുന്നു. ആ ശരീരവും നശിച്ചു കഴിഞ്ഞു. ആത്മാവും തമോ പ്രധാനമായി തീർന്നു. എപ്പോഴാണോ സതോ പ്രധാനമാകുന്നത് അപ്പോൾ പൂജിക്കുന്നില്ല, ചൈതന്യത്തിലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ശിവബാബയെ ചൈതന്യത്തിലാണ് ഓർമ്മിക്കുന്നത്. പിന്നീട് പൂജാരിയായി തീരുമ്പോൾ കല്ലിനെ പൂജിക്കുന്നു. ഇപ്പോൾ ബാബ ചൈതന്യത്തിലുണ്ട്. പിന്നീട് അവരുടെ തന്നെ കല്ലിന്റെ പ്രതിമയുണ്ടാക്കി പൂജിച്ചുകൊണ്ടിരിക്കും. രാവണ രാജ്യത്തിലാണ് ഭക്തി ആരംഭിച്ചത്. അതേ ആത്മാക്കൾ തന്നെ ഭിന്ന ഭിന്ന ശരീരം ധാരണ ചെയ്തു വന്നു. അധപതിക്കുന്നതോടെ ഭക്തി ആരംഭിക്കുന്നു. ബാബ വന്ന് പിന്നീട് ജ്ഞാനം നൽകുമ്പോൾ പകൽ ആരംഭിക്കുന്നു. ബ്രാഹ്മണനിൽ നിന്ന് ദേവതയായി തീരുന്നു. ഇപ്പോൾ ആരെയും തന്നെ ദേവത എന്ന് പറയില്ല. ബ്രഹ്മാവ് സത്യുഗത്തിൽ ഉണ്ടാവുകയില്ല. ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനല്ലേ? ശിവബാബയെ ശിവൻ എന്ന് തന്നെയാണ് പറയുക. ബ്രഹ്മ ശരീരത്തിലാണെങ്കിലും ശിവബാബ എന്നാണ് പറയുന്നത്. മറ്റൊരു പേരും വെക്കാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിൽ ശിവബാബയാണ് വരുന്നത്. ജ്ഞാനസാഗരനായ ബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെയാണ് ജ്ഞാനം നൽകുന്നത്. അപ്പോൾ ചിത്രങ്ങളും വളരെയധികം വിവേകത്തോടെ ഉണ്ടാക്കണം. അതിൽ എഴുത്തുണ്ടെങ്കിൽ മാത്രമേ പ്രയോജനത്തിൽ വരൂ. പതിതപാവനൻ വെള്ളത്തിന്റെ സാഗരനും വെള്ളത്തിന്റെ നദികളുമാണോ, അതോ ജ്ഞാനസാഗരനും അതിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ജ്ഞാനഗംഗകൾ ബ്രഹ്മകുമാർ കുമാരിമാരാണോ? ഇവർക്കാണ് ബാബ ജ്ഞാനം നൽകുന്നത്. ബ്രഹ്മാവിലൂടെ ആരാണോ ബ്രാഹ്മണനായി തീരുന്നത് അവരാണ് ദേവതകളായി മാറുക. വിരാട രൂപത്തിന്റെ ചിത്രവും വളരെ വലുതാക്കി കാണിക്കണം. കാരണം ഇതാണ് മുഖ്യമായ ചിത്രം. ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്റെ ബുദ്ധിയെ നിർവികാരിയാക്കി മാറ്റണം. ഇവരുടേത് വികാരി ദൃഷ്ടിയാണെന്ന് ബാബ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മനസ്സിലാക്കും ഇവർക്ക് മുന്നേറാൻ സാധിക്കില്ല എന്ന്. നിങ്ങൾ ആത്മാക്കൾ ഇപ്പോൾ ത്രികാലദർശികളാണ്. ഇത് വളരെ വിരളം പേരാണ് മനസ്സിലാക്കുന്നത്. ധാരാളം പേരും ബുദ്ധുക്കളാണ്. ബാബയോട് വിട പറയുന്നു. ഇത് കുട്ടികൾക്കറിയാം രാജധാനി സ്ഥാപിക്കുകയാണെന്ന്. അതിലെല്ലാവരും ആവശ്യമാണ്. അവസാനം എല്ലാം സാക്ഷാത്കാരമുണ്ടാവും. ഫസ്റ്റ് ക്ലാസ് ദാസദാസിമാരും ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് ദാസി കൃഷ്ണനെ പാലിക്കുന്നു. പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നവർ, ഭക്ഷണം കഴിപ്പിക്കുന്നവർ, വീട് വൃത്തിയാക്കുന്നവർ എല്ലാവരും ഉണ്ടാകുന്നു. എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് നമ്പറിലുള്ളവർ തീർച്ചയായും നല്ല പദവി നേടുന്നു. ആ അനുഭൂതി ഉണ്ടാകുന്നു. ബാബയ്ക്ക് കുട്ടികളിൽ നിന്നും അനുഭവം വരാറുണ്ട്. ഇവർ നന്നായി മുരളി വായിക്കുന്നു, പക്ഷേ യോഗം വളരെ കുറവാണ്. ചിലപ്പോൾ പത്നി പതിയേക്കാളും തീവ്രഗതിയിൽ മുന്നോട്ടു പോകുന്നു. ജ്ഞാനത്തിൽ പറയാറുണ്ട്, ബാബ രണ്ടാമത്തെ ചക്രം ശരിയല്ല എന്ന്. പരസ്പരം മുന്നറിയിപ്പ് നൽകണം. പ്രവൃത്തി മാർഗമല്ലേ? ജോഡി ഒരുപോലെ ഉള്ളതായിരിക്കണം. തനിക്ക് സമാനമാക്കി മാറ്റണം. അവസാന സമയത്ത് നിങ്ങൾ ഈ ലോകത്തെ തന്നെ മറന്നു പോകുന്നു. അറിയാമല്ലോ, നമ്മൾ ഹംസങ്ങളാണ്, ഇവർ കൊറ്റികളാണ് എന്നുള്ളത്.
ഓരോരുത്തരിലും ഓരോ അവഗുണങ്ങളാണ് ഉള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ധാരാളം പ്രയത്നമുണ്ട്. വളരെ സഹജവുമാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കും. ഒരു കക്കയുടെ ചിലവ് പോലും ഇല്ലാതെ ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നു. ദരിദ്രർ നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതറിയാമല്ലോ ആരെല്ലാമാണ് ഒഴിഞ്ഞ കൈയോടെ വന്നതെന്ന്. വളരെയധികം കൊണ്ടുവന്നവർ ഇന്നില്ല. ദരിദ്രർ വളരെ ഉയർന്ന പദവി നേടിക്കൊണ്ടിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ജ്ഞാനമാകുന്ന വാളിൽ ഓർമ്മയുടെ ശക്തി നിറയ്ക്കുന്നതിന് വേണ്ടി കർമ്മം ചെയ്തുകൊണ്ടും അന്തർമുഖിയായി അഭ്യസിക്കണം. ഞാൻ ആത്മാവാണ് എന്ന്. ആത്മാവായ എനിക്ക് ബാബയുടെ ആജ്ഞയാണ്, നിരന്തരം എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒരേ ഒരു ബാബയുമായി സത്യമായ പ്രീതി വയ്ക്കൂ. ദേഹത്തോടും ദേഹത്തിന്റെ സംബന്ധികളോടുമുള്ള മമത്വം ഉപേക്ഷിക്കൂ. 2. കുടുംബത്തിലിരുന്നു കൊണ്ടും പരസ്പരം മുന്നറിയിപ്പ് നൽകി ഹംസമായി ഉയർന്ന പദവി നേടണം. ക്രോധത്തിന്റെ അംശം പോലും ഇല്ലാതാക്കണം. തന്റെ ബുദ്ധി നിർവികാരിയാക്കി മാറ്റണം. വരദാനം. സാക്ഷിയായി ഇരുന്നു കൊണ്ട് തന്റെ കർമ്മേന്ദ്രിയങ്ങൾ മുഖേന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നവനെന്ന ഭാവത്തിൽ നിന്ന് മുക്തമായി അശരീരിയായി ഭവിക്കട്ടെ. തോന്നുമ്പോൾ ശരീരത്തിലേക്ക് വരൂ, തോന്നുമ്പോൾ അശരീരിയാകൂ. ഏതെങ്കിലും കർമ്മം ചെയ്യണമെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരമെടുക്കൂ. പക്ഷെ ആധാരമെടുക്കുന്നത് ഞാൻ ആത്മാവാണ്, ഇത് മറക്കരുത്. ചെയ്യുന്നവനല്ല, ചെയ്യിപ്പിക്കുന്നവനാണ്. മറ്റുള്ളവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ ആ സമയത്ത് സ്വയത്തെ വേറെയെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ സാക്ഷിയായിരുന്ന് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിക്കൂ. അപ്പോൾ ചെയ്യിപ്പിക്കുന്നവൻ എന്ന ഭാവത്തിൽ നിന്ന് മുക്തമായി അശരീരിയായി മാറും. കർമ്മത്തിനിടയ്ക്ക് 1-2 മിനിറ്റെങ്കിലും അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യൂ. എങ്കിൽ അന്തിമ സമയത്ത് വളരെ സഹായം ലഭിക്കും. സ്ലോഗൻ. വിശ്വരാജാവായി മാറണമെങ്കിൽ വിശ്വത്തിന് സകാശ്, അതായത് ശക്തി കൊടുക്കുന്നവരാകൂ. ഓം ശാന്തി.